പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള CPM ചത്തു, CPM അവസാനിച്ചു, CPM മരിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്, മറ്റൊന്നുമല്ല. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി, പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഭരണത്തിലും ഭരണത്തിലല്ലാതെയും ഇരുന്ന പാർട്ടി, കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരുന്ന ഈ പാർട്ടി ഏതാണ്ടെന്നല്ല, ഇതിൻ്റെ പണി തീർന്നു, പൂർണ്ണമായി ഇത് അവസാനിച്ചു എന്നതിൻ്റെ തെളിവുകളല്ലേ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാസപ്പടി കേസിനെ കുറിച്ചിട്ട് 2023 മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിജയൻ്റെ മകൾ വീണയെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 2023 മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 2023 ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ വിജയന്റെ മകൾ വീണ കൊച്ചിയിലുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് ഒരു സേവനവും ചെയ്തു കൊടുക്കാത്ത 1,72,00,000 രൂപ വാങ്ങി എന്നുള്ള വിവരം അന്നാണ് പുറത്തു വരുന്നത്. ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിലൂടെ എനിക്കൊന്ന് 2023 6 മാസം. പിന്നീട് നമ്മൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടത് CPM നേതാക്കന്മാർ അഡ്ഡാപടലം വന്ന് വിജയന്റെ മകളെ ന്യായീകരിക്കുന്നില്ല. നമ്മൾ പിന്നീട് കണ്ടത് അന്ന് വിജയൻ മുഖ്യമന്ത്രിയാണ്. MA ബേബി മുതൽ AK ബാലൻ മുതൽ ഉള്ളവർ വന്ന് വിജയന്റെ മകളെ ന്യായീകരിക്കുന്നു. എന്തൊക്കെയാ പറഞ്ഞത്? വിജയന്റെ മകൾക്ക് ബിസിനസ് ചെയ്തുകൂടെ? അവർ ന്യായമായിട്ടുള്ള ബിസിനസ്സല്ലേ നടത്തിയത്? അവർ ചെയ്തു കൊടുത്ത സേവനത്തിനല്ലേ അവർക്ക് പണം കിട്ടിയത്? അവർ ബാങ്കിലൂടെയല്ലേ അവർ ഇടപാട് നടത്തിയത്? അവർ GST അതിനടച്ചില്ലേ? അപ്പോൾ എന്താണ് ഇതിനകത്ത് കുഴപ്പം എന്ന് ബേബി മുതൽ ഉള്ളവരെല്ലാം ചോദിച്ചു. സംസ്ഥാന സെക്രട്ടറി ഇത് ചോദിച്ചു, പാർട്ടി ചോദിച്ചു. പാർട്ടി അതിനെക്കുറിച്ചിട്ട് കുറിപ്പ് ഉണ്ടാക്കി താഴോട്ട് വിതരണം ചെയ്തു. എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു നമ്മൾ ചെയ്തത്. ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ചെയ്തത് എന്തോ വലിയ പാതകം എന്ന് തോന്നുന്ന നിലയിലായിരുന്നു CPMന്റെ നേതാക്കന്മാരുടെ പ്രതികരണം. എന്നാൽ അപ്പോഴും നമുക്കൊരു കാര്യം നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. എന്താ? ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡറിനെതിരായിട്ട് വിജയന്റെ മകൾ വീണ നിയമ നടപടിക്ക് പോയില്ല. അത് പ്രധാനമായിരുന്നു. അവർ കോടതിയിൽ പോയില്ല. പക്ഷേ ഈ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ടുപിടിച്ച ഈ കാര്യം, ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നടപടികളിലേക്ക് ബന്ധപ്പെട്ട കക്ഷികൾ കടന്നു. വിജയൻ്റെ മകള് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി തള്ളി. മകൾ അതിനുശേഷം കർണാടക ഹൈക്കോടതിയിൽ പോയി, കർണാടക ഹൈക്കോടതി തള്ളി. അതിനെതിരെ ഇപ്പോൾ എന്തോ ഒരു അപ്പീൽ അവിടെ കിടപ്പുണ്ട്. പക്ഷേ വിജയനും കൂട്ടരും ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? കരിമണൽ കമ്പനിയെ കൊണ്ട് ഈ അന്വേഷണം റദ്ദാക്കാൻ വേണ്ടിയിട്ട് കോടതികളിലേക്ക് പോയി. CMRL കൊണ്ട് കോടതികളിലേക്ക് പോയി. ഡൽഹി ഹൈക്കോടതിയിൽ പോയി തടയാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തി. ആ ശ്രമം ഇപ്പോഴും ഏതാണ്ട് പൂർണ്ണമായി അവസാനിക്കാതെ അവിടെ കിടക്കുകയാണ്. 10-25-30 തവണ ആ കേസ് അവിടെ മാറ്റിവെച്ചു. കേരള ഹൈക്കോടതിയിൽ പോയി ED അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ പോയത് SFIOയുടെ അന്വേഷണം തടയാൻ വേണ്ടിയിട്ടായിരുന്നു. ED അന്വേഷിക്കാൻ തടയാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയി. ED അന്വേഷണം തടയപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ മെയ് 27-ാം തീയതി ആ അന്വേഷണത്തിന് തടസ്സം മാറിയതിനെ തുടർന്ന് ED വന്ന് വിജയൻ്റെയും മകളുടെയും തിരുവനന്തപുരത്തുള്ള കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട്ടിലും 10-12 സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ നമ്മൾ പിന്നീട് കണ്ടതാണ്. EDക്കെതിരായിട്ടുള്ള ആക്രമണം ഇതൊക്കെ നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള ആക്രമണമൊക്കെ നമ്മൾ കണ്ടു. അവിടെ വെച്ചുണ്ടായൊരു മാറ്റം എന്താണ്? അവിടെ വെച്ച് വിജയൻ്റെ മകളെ CPM ഡംപ് ചെയ്തു. വിജയൻ്റെ മകളെ ന്യായീകരിക്കുന്ന പണി അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അതുവരെ ടു ദ ഹിൽറ്റ് അടപടലം വിജയൻ്റെ മകളെ ന്യായീകരിച്ചിരുന്നുവെങ്കിൽ ആ ആക്രമണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു വീണയുടെ ജോലി വീണ നോക്കിക്കോളും, നിയമപരമായി വീണയുടെ പണി നോക്കിക്കോളും, വിജയനെതിരെ വന്നാൽ ഞങ്ങൾ നിയമപരമായി നേരിടും എന്ന് പറഞ്ഞ് വീണയെ കൈയൊഴിഞ്ഞു. അവിടെ തന്നെ CPM എന്ന് പറഞ്ഞ പാർട്ടി ബാക്ക് ഫുട്ടിലായി. ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ് വന്നു, പ്രശ്നമായി. 10-26 പേര് 10-60 ദിവസം ജയിലിൽ കിടന്നു. വാകെ പ്രതിരോധത്തിലായി CPM. അതിനുശേഷം ED എന്ത് ചെയ്തു? ED 2-3 പ്രാവശ്യം വീണ വിജയനെ ചോദ്യം ചെയ്തു. അപ്പോഴൊക്കെ നിശബ്ദമായിരുന്നു CPM. അതിനുശേഷം വീണയുടെ കണ്ണൂരുള്ള സ്വത്തുക്കൾ അവർ കണ്ടുകെട്ടി. അത് കണ്ടുകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ അവർ ഇത് സമർപ്പിച്ചു, ലോക്കർ തപ്പി, ഇതൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ നിശബ്ദമായിരുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വിജയൻ്റെ മകളെ ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നു. ആ ഘട്ടത്തിൽ നിന്ന് പിന്മാറി വിജയൻ്റെ മകളെ അവർ തള്ളി, ബൂട്ട് ഔട്ട് ചെയ്തു. അങ്ങനെ നിൽക്കവെയാണ്
വിജയന്റെ മരുമകനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ വീട്ടിലൊക്കെ റെയ്ഡ് നടത്തുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സ്കിൻറ്റിലേറ്റിംഗ് ആയിട്ടുള്ള ഒരു പത്രക്കുറിപ്പുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 19/8/2026 രംഗത്ത് വന്നു. ആ പത്രക്കുറിപ്പിൽ വന്ന വിവരങ്ങൾ കൂടി കണ്ടതോടുകൂടി CPM ആകെ അടപടലം തകർന്നു എന്ന് പറയുന്നതിൽ ആരും തെറ്റുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിലെന്താ പറഞ്ഞത്? വിജയന്റെ മകൾ 20 കോടി രൂപ കൈകാര്യം ചെയ്യുന്നു. വിജയന്റെ മകൾ 85 ലക്ഷം രൂപ വിദേശത്തേക്ക് അയച്ചു കൊടുക്കുന്നു. വിജയന്റെ മകൾക്ക് ഒരു കൃത്രിമ സിം കാർഡുണ്ട്. വിജയന്റെ മകൾ ഹവാല ഇടപാടുകൾ നടന്നു. ഇതൊക്കെ കാര്യകാരണസഹിതം അവരുടെ വീട്ടിൽ നിന്ന് കണ്ടുപിടിച്ചതായിട്ടുള്ള പത്രക്കുറിപ്പുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നതോടുകൂടി CPMന്റെ അവസാന ശ്വാസവും നിന്നുപോയി എന്നുള്ളതാണ് വസ്തുത. CPMന്റെ പണി ഏതാണ്ട് അവസാനിച്ചു. ഇനി എന്താണ് CPMന് പറയാനുള്ളത്? CPMന്റെ മുഖപത്രത്തിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? ED എന്തോ രാഷ്ട്രീയ നേതാക്കന്മാരോട് പക തീർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നോ? മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയിരിക്കുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം പോയിരിക്കുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഹമ്മദ് റിയാസ് പറഞ്ഞൊരു വാക്കേ അവർ ഉദ്ധരിച്ചിട്ടില്ല. മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു എന്നുള്ളത് ശരി, പക്ഷെ അവരത് ആ വാർത്ത ഉദ്ധരിച്ചിട്ടില്ല. അവർ വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയുടെ വീട്ടിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ ഫോളോ അപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തപ്പോഴാണ് അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? CPMന്റെ ഏറ്റവും തലമുതിർന്ന നേതാവും CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും CPMന്റെ 10 വർഷത്തെ മുഖ്യമന്ത്രിയും CPMന്റെ 14 വർഷത്തെ സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായിട്ടുള്ള വിജയന്റെ മകൾ അവരുടെ നോൺ സോഴ്സസ് ഓഫ് ഇൻകത്തേക്കാൾ വളരെ കൂടിയ പണം കൈകാര്യം ചെയ്യുന്നുള്ളൊരു തെളിവ് പുറത്തു വന്നു. സുഹൃത്തുക്കളെ, തീർന്നില്ലേ CPMന്റെ പണി? CPM ചത്തില്ലേ? ഇനി ചാവാൻ എന്താ ഉള്ളത്? വിജയന്റെ മകൾ ഇത്ര നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയന്റെ മകളായതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ? എൻ്റെ മകളോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും മകളോ അല്ലല്ലോ വീണ വിജയൻ. വീണ വിജയൻ എന്ന് പറയുന്നത് വിജയന്റെ മകളല്ലേ? വിജയന്റെ മകൾ ഈ പണി മുഴുവൻ നടത്തിയ സമയത്ത് വിജയൻ മുഖ്യമന്ത്രിയല്ലേ സുഹൃത്തുക്കളെ? വിജയൻ ചെയ്തു കൊടുത്ത ആനുകൂല്യങ്ങൾക്ക് പകരമായിട്ടാണ് ഇത്രയും വലിയ കച്ചവടം അവർക്ക് നടത്താൻ കഴിഞ്ഞെന്നുള്ളതിന് ആർക്കാണ് സംശയം? വിജയനില്ലെങ്കിൽ വിജയന്റെ മകൾക്ക് ഒരു നിലനിൽപ്പുണ്ട്. എന്തെങ്കിലും ഐഡന്റിറ്റി വീണയ്ക്കുണ്ടോ വിജയനുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ? അപ്പോൾ ഇതിൻ്റെ എല്ലാം പുറകിൽ വിജയനാണെന്ന് വന്നു. 2.78 കോടി രൂപ മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ളതെന്നും 100 കണക്കിന് കോടി രൂപയുടെ വലിയ വമ്പൻ ഇടപാടുകളാണ് ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഇപ്പം തന്നെ തെളിവ് 10-21 കോടി രൂപയുടെ കണക്ക് ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ അനൗദ്യോഗികമായി കേൾക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട ആൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള നിഖിലാണ്. അപ്പോൾ പാർട്ടിയിലേക്ക് അത് വന്നു. ഇനി നാളെ മുഹമ്മദ് റിയാസിലേക്ക് പോയി കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അപ്പോൾ പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് നിലനിൽപ്പ് കേരളത്തിലില്ല. ഈ പുതിയ EDയുടെ ഈ വിവരങ്ങൾ കൂടി പുറത്തു വരികയും ആ വിവരങ്ങളുടെ ഭാഗമായി വിജയന്റെ മകൾ കോടാനുകോടി രൂപയുടെ കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് ചെയ്തതോടുകൂടി വിജയനും കുടുംബവും ചെയ്തിട്ടുള്ള ഈ അഴിമതി കേരളത്തിലെ ഏറ്റവും വലിയ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ മുക്കി കൊന്നിരിക്കുന്നു എന്നത് വ്യക്തമായിരിക്കുകയാണ് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുക.